എന്താശാനെ പതിവില്ലാണ്ട് അമ്പലത്തിലേക്കൊക്കെ ഒരു 5-6 ദിവസമായിട്ട് ഇവിടെ ചുറ്റിപ്പറ്റി കാണണ്ടല്ലോ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ റൂട്ട് വേറെ ആയിരുന്നല്ലോ. ആ റൂട്ട് വേണമെന്ന് വെച്ചാ ആ റൂട്ട് ശരിയാവില്ല. എത്ര വർഷം ഞാൻ പിന്നെ നിൽക്കണം, നിനക്കറിയാലോ. നമ്മളെന്ന് പേടിക്കണ്ട അവിടെ. അത് ഇപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? അല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതെ, നീ അവളോട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറ. അവളറിയണ്ടേ? ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അവളൊന്നും അറിയട്ടെ. കണ്ട, ഇപ്പം അവൻ്റെ മിണ്ടാട്ടം മുട്ടി. നമുക്കൊന്നും വിധിച്ചിട്ടില്ലടാ, എന്നാലും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകില്ലേ. വർഷങ്ങളായിട്ട് കൊണ്ടുവന്നിടന്നല്ലടാ. ആഹാ, അപ്പോൾ ഒരു ആശ്വാസത്തിനുള്ള വരവാണ് അമ്പലത്തിലേക്ക്. അല്ലെങ്കിലും കുറേ പേരുണ്ട് എന്തെങ്കിലും ഒരു പണി മേടിച്ചാലേ ദേ ഇവിടേക്ക്. അല്ലെങ്കിൽ ദേവി അവിടെ അല്ല, ദേ നിന്റെ ദേവി. ആ, എന്താന്ന് പതിവില്ലാണ്ട് ഈ വഴിക്കൊക്കെ? ഒരു വഴിപാടുണ്ട്, പിന്നെ വിനോദേട്ടനെ കൂടി കാണാൻ വേണ്ടി വന്നതാ. എന്നെയാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോടാ? കുറെ വർഷങ്ങളായില്ലേ എന്റെ പിന്നാലെ കൂടിയിട്ട്. കുറച്ച് ദിവസമായി ആളെ കാണാനില്ല, അപ്പോ തപ്പി ഇറങ്ങിയതാ. അതെ, ഞാൻ മുന്നിലാണെങ്കിലും എന്റെ ശ്രദ്ധ മുഴുവൻ ആ പിന്നിലുള്ള ആളെയാണെന്ന് ആ കൂട്ടുകാരനോടൊന്ന് പറഞ്ഞേക്കിട്ടാ. നിന്റെ നല്ല നേരം വന്നല്ലോ. ദേവി കടാക്ഷിച്ചുട്ടാ.